നമ്മൾ അടുക്കളപ്പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. എനിക്കൊന്ന് അടിച്ചു തുടയ്ക്കാനുണ്ട്. ഇന്ന് നാത്തും വരുന്ന ദിവസമാണ്, നാത്തൂനും കുട്ടിയും വരുന്നുണ്ട്. അപ്പം പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിച്ചിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അടിച്ചു തുടച്ച് വരട്ടെ, എന്നിട്ട് കുളിച്ചിട്ട് എനിക്ക് പായസം കൂടി വെക്കാനുണ്ട് കേട്ടോ. നമുക്ക് എന്നിട്ട് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. സ്കൂളുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ എപ്പോഴൊന്നും വരാൻ കൂടൂല. പലപ്പോഴും ശനി ഞായർ അങ്ങനെ 2 ദിവസമല്ലേ കിട്ടുള്ളൂ. അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇപ്പൊ കുറെ ആയി. എനിക്ക് തോന്നുന്നു ഓട്ടോറിക്ഷന്റെ സൗണ്ട് ഒക്കെ ഉണ്ട്, വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. നിങ്ങള് വന്നില്ലേ? വേറെ ഇല്ല. പിടിക്കാം. ഓൻ വാശി പിടിച്ചിട്ടേ ഇവിടെ പറമ്പിലേക്ക് പോയതാ. വരുന്ന വഴി കളിക്കാൻ എന്തൊക്കെയോ വാങ്ങിണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ ഷാനുട്ടെ. ഉണ്ണി മാറിക്കേ, കാലുത്തിട്ടോ ആടേ. കൊള്ളായോ? പിന്നെ അവരെല്ലാരും താഴേക്ക് പോയപ്പോ എനിക്ക് അടുക്കളയിൽ കുറച്ച് പണി കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് വീണ്ടും ഇറങ്ങി കേട്ടോ. മക്കള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. രണ്ടാൾക്കും ഓരോരുത്തരെ കളിക്കാൻ പറ്റിയ സന്തോഷത്തിലായിരുന്നു. ഒരാളുടെ അകത്തുനിന്ന് ഭയങ്കര കളിയോട് കളിയായിരുന്നു കേട്ടോ. ഉച്ചത്തേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്ന ചോറ്, പുളിയിഞ്ച്, ഒരു പച്ചക്കറി, ഒരു മീൻകറി, മീൻ വറുത്തത്, പപ്പടം, ഇതൊക്കെയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഉപ്പേരി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കേട്ടോ. ഉപ്പേരി ഉണ്ടാക്കുന്ന വിചാരിക്കുന്ന സംഭവം മറന്നുപോയി. ഇതൊക്കെ ആയപ്പോൾ വിചാരിച്ച ഉപ്പേരി ആയിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ്. അപ്പൊ നിങ്ങളെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയൊക്കെ കാണിച്ചാൽ വിചാരിച്ചപ്പോഴാണ് ഉപ്പേരി ആയിട്ടില്ല മനസ്സിലായത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പേരിക്കുള്ള പരിപാടിയിലാട്ടോ. അതിനുശേഷം ഞാൻ മക്കളെ എടുത്ത് പോയിരുന്നു കേട്ടോ. രണ്ടാളുടെ ഒരു സ്ഥലത്താക്കി പോന്നാല് ഒട്ടും ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് പോയിരുന്നേ. ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ അമ്മ എനിക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചിക്കനും ഇതൊക്കെ റെസിപ്പി. ഈവനിങ് ഭയങ്കര മഴ, അതുപോലെ തന്നെ ഇടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പായസം ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇതാണ് ഞങ്ങൾ പായസം, സേമിയ പായസമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പ്രശ്നോ അത് ഏട്ടൻ്റെ അല്ലേ? കുട്ടിക്ക് മറ്റേ ടയറെടുത്ത് കളിച്ചോ നല്ല കുട്ടിയല്ലേ? മതി, അത് ഏട്ടൻ്റെ അല്ലേ? പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈവനിങ് നമുക്ക് പാർക്കിൽ പോകണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ മഴയും ഇടിയൊക്കെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ, എനിക്കറിയാലോ. ഈവനിങ് ഇന്നും മഴ ഇടിയാണ്. ഞങ്ങൾ പാർക്കിലൊന്നും പോയില്ല. ജസ്റ്റ് ഇവിടെ ഇരുന്ന് കുട്ടികളെല്ലാവരും ഇവിടെ നിന്ന് കളിക്കുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അമ്മയും നാത്തൂനും കൂടി ആയിരുന്നു കേട്ടോ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഭയങ്കര ഇടിയും മഴയാണെന്ന്. അതിൽ ഞങ്ങളെ കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതോടെ ഇല്ല കഴിക്കാനായപ്പോഴേക്ക് കറണ്ട് വന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വിളിച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റി. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോ ഞങ്ങൾ വിളക്ക് വെച്ചു. അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. ടാറ്റാ, ബൈ ബൈ.